ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് മടുത്ത് ചിലപ്പം മനസ്സ് ഒരുപാട് വിഷമിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് മോശമായി പെരുമാറിയതിന്റെ പേരിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ജോലി സ്ഥലത്തു നിന്നോ മറ്റെവിടെ നിന്നെങ്കിലോ ചില മാറ്റി നിർത്തലുകളും ഒക്കെ വന്നതിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നു, നിങ്ങൾ വല്ലാതെ ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് അറിയാൻ മേല നിങ്ങൾക്ക്, നിങ്ങളുടെ കണ്ണ് നനഞ്ഞു, ഇന്ന് കടന്നു പോകുന്ന ആ ഒരു വിഷമം, ആ ഒരു നൊമ്പരം കാരണം നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു അല്ലെ, കണ്ണ് നനഞ്ഞ് മനസ്സ് വല്ലാതെ വേദന കൊണ്ട് പിടയുവാണ്. ഇന്ന് ഇതിന്റെ നടുവിൽ നിങ്ങളുടെ തോളിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന പോലെ ഈശോ നിങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട്. നിങ്ങൾക്കരികിൽ ഈശോയുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നേക്കാളും ഒരുപാട് ആഴത്തിൽ ഈശോ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ ആത്മാവുമായിട്ട് ഈശോയ്ക്ക് അഭേദ്യമായൊരു ബന്ധമാണ്, ഇറ്റേണലി ഉള്ള ഒരു ബന്ധമാണ്. ഈ ഒരു ബന്ധത്തെ തിരിച്ചറിയുമ്പോഴാണ് ഇതിന്റെ നടുവിലും നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിലേക്ക് കർത്താവിന്റെ ശക്തി, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഈശോയുടെ ശക്തി നിങ്ങളുടെ ആത്മാവിൽ നിറയപ്പെടുക. ഈശോ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഈ സന്ദേശം ഒന്ന് പറയണം, ഞാൻ അവരോടൊപ്പമുണ്ട്, ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ അവരോടൊപ്പമുണ്ട്, അവരുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ ഞാൻ അവരുമായിട്ട് ആഴമേറിയ ഒരു ബന്ധത്തിലാണ് ഈശോ നിങ്ങളുമായിട്ടായിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവുമായിട്ട് അഭേദ്യമായൊരു ബന്ധം കർത്താവിന് നിങ്ങളുമായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ വേദനയ്ക്ക് നടുവിൽ ഈശോ നിന്നെ കണ്ണീരൊപ്പും, ഈശോ നിന്നെ മാനിക്കും, കർത്താവ് നിന്നെ സഹായിക്കും. ഇന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമുക്കും ഏറ്റുചൊല്ലി പറയാം, ഫിലിപ്പിയ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. യു ആർ അക്സെപ്റ്റഡ്. ഈശോ നിന്നെ നോക്കി പറ, മോനെ മോളെ നീ അക്സെപ്റ്റഡ്, ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുവോ, തള്ളിക്കളയോ, അതും പറയോ, അത് നീ നോക്കണ്ട. ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ചിലപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ഒക്കെ തെറ്റുപറ്റിയതൊക്കെ ഓർത്ത് വല്ലാതെ കുറ്റബോധത്തിലൂടെ കടന്നു പോകണം. ഈശോ നിന്നോട് ക്ഷമിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് കരുണയോടെ പെരുമാറുന്നു, നിന്നെ ചേർത്ത് നിർത്തുന്നു. ഒത്തിരി സ്നേഹമുള്ള ഒരു അപ്പൻ, ഒരു കൂട്ടുകാരൻ നിന്നെ ചേർത്ത് നിർത്തുന്ന പോലെ, ഒരു കൂട്ടുകാരി നിന്നെ ചേർത്ത് നിർത്തുന്ന പോലെ, നിന്റെ ഏറ്റവും ഒരു നല്ല ഫ്രണ്ട് നിന്റെ അടുത്ത് നിന്ന് നിന്നെ കംഫോർട്ട് ചെയ്യുന്ന പോലെ ഈശോ നിന്നെ കംഫോർട്ട് ചെയ്യുന്നു. ഈശോ നിന്നെ അറിയുന്നു, നിന്നെ സ്നേഹിക്കുന്നു. എന്നോട് വീണ്ടും ഈശോ പറയാൻ പറയുന്ന ഒരു കാര്യം, ഒരുപാട് മക്കളുടെ ഹൃദയം വേദനിക്കുന്നു, അവരുടെ മനസ്സ് നോവുന്നു. കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്. ആരും അറിയാതെ നിങ്ങളുടെ കണ്ണ് നനഞ്ഞത് അവിടുന്ന് അറിയുന്നുണ്ട്. ഹി ഈസ് വിത്ത് യു ആൻഡ് ഹി ലവ്സ് യു. ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ അവർക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകളിൽ, വിഷമങ്ങളിൽ അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള സത്യം ഇന്ന് ഇവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ അവിടുന്ന് ഉപയോഗിച്ചല്ലോ. ഈ സഹോദരങ്ങളെ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, നിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വെളിച്ചത്തിന്റെ പൂർണ്ണതയാകുന്ന ഈശോ നിന്നോടൊപ്പമുണ്ട്. ഈശോ നിന്നെ സഹായിക്കും. ഹാവ് എ ഗ്രേറ്റ് ഡേ.